ഹായ് ഹലോ എല്ലാവർക്കും 63ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ ശാസിക്കലായിരുന്നു ലാലേട്ടൻ ആദ്യം തന്നെ ചെയ്തത്. ഷാനവാസിനോട് പറയുന്നത് വീട്ടിലുള്ള ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞല്ലോ, ഇനി വീട്ടിലുള്ള മറ്റു പലരെയും കൂടെ വിളിക്കാനാണ് ഷാനവാസിനോട് പറയുന്നത്. അപ്പോൾ ഷാനവാസിന് എന്താണ് അന്തസത്ത ലാലേട്ടൻ പറഞ്ഞത് എന്ന് മനസ്സിലാവുകയും ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാവും എന്ന് കണ്ടറിയാം. അതിനുശേഷം ബിന്നിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് ചർച്ചയായത്. ഈ ഷാനവാസ് അടക്കം നല്ല ക്യാപ്റ്റനായിരുന്നു ബിന്നി എന്ന് പറഞ്ഞു. പക്ഷേ അനീഷിന് അവിടെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം, എല്ലാവരും ജയിക്കാനാണ് വന്നത്. അവരുടെ കുറ്റങ്ങളും പോരായ്മയും ഒക്കെ എടുത്തിടുമ്പോഴാണ് ഈ ഗെയിമിനൊരു ഇൻട്രസ്റ്റിംഗ് ആയി മാറുള്ളൂ. അനീഷിന് പക്ഷേ പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബിന്നിയായിട്ട്, അതും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കിച്ചൺ ടീം ക്യാപ്റ്റനായിരുന്നു, അപ്പം തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ് അനീഷും ബിന്നിയും തമ്മിൽ. പിന്നെ കൂടാതെ ജയിലിൽ വന്നപ്പം ചെറിയൊരു പൊട്ടൽ വരസലൊക്കെ ഉണ്ടായിരുന്നു, അനീഷ് അവിടെ പറഞ്ഞു തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത്. ആദിലയാണ് ക്യാപ്റ്റനായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൗസിലുള്ള ഒരു ഗെയിം കളിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഈ ആദില, നൂറ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെ തന്നെയാണ്, ബാക്കിയുള്ളവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഈ കളിക്കാത്തവർ അകത്ത് നിൽക്കുകയും കളിക്കുന്നവർ പുറത്തു പോവുകയും ചെയ്യും. എന്നിട്ടും ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരും മൈൻഡ് ഗെയിം കളിക്കുന്നില്ലേ എന്നാണ് എൻ്റെ സംശയവും. പിന്നെ നടന്നത് ജയിൽ നോമിനേഷനെ കുറിച്ചുള്ള ചർച്ചയാണ്. അനീഷിനെ എന്തുകൊണ്ട് ജയിലിലേക്ക് വിട്ടു എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. വ്യക്തമായ മറുപടി എല്ലാവരും പറയുന്നുണ്ട്. സാബുമാനാണെങ്കിലും പറയുന്നുണ്ട്, അനുമോളും പറയുന്നുണ്ട്, അക്ബറും പറയുന്നുണ്ട്, നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനെ കരിവാരി തേക്കാൻ വേണ്ടി അനീഷ് ഓരോ പൊള്ളയായ കള്ളത്തരങ്ങളാണ് അക്ബറിൻ്റെ മേലും അനുമോളുടെ മേലും പറഞ്ഞത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ബിന്നി ഷാനവാസ് ഇഷ്യൂ അന്ന് ജയിലിൽ നടന്നതാണ് ചർച്ചയായത്. പക്ഷേ ഒരു ഡിസിഷനൊന്നും ഉണ്ടായില്ല, എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ കൈ കഴുകി. അതിനുശേഷം ജിസൈലിൻ്റെ എവിക്ഷനാണ് സംഭവിച്ചത്. ഇത് ഓൾറെഡി ലീക്ഡ് ആയ ന്യൂസ് ആയിരുന്നു. പക്ഷേ ആര്യൻ്റെ നെവിനെ കരച്ചിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടമായി. ജിസൈലിൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് നെവിൻ, ആര്യൻ, അക്ബർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു സംശയം, കഴിഞ്ഞ ദിവസം ജിസൈൽ അക്ബറുടെ പേര് അറിയാതെ വലിച്ചഴിച്ചതാണോ എന്ന്. പക്ഷേ അത് പോർട്രേ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, അക്ബറിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതും. സോ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വരുന്നു.